ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളരി ചെടി കായിട്ട് തുടങ്ങി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഞാൻ രാവിലെ തന്നെ വീഡിയോയിൽ ഇങ്ങനെ കാടുകൾ കാണിച്ചിരിക്കുന്നത്. കാടല്ല, ശരിക്കും ഈ വളർന്നു നിൽക്കുന്ന ചെടികളുടെ ഇടയ്ക്ക് ഞാൻ ഒരു ടാർപ്പയിൽ കുറച്ച് മണ്ണ് ട്രീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു, കുമ്മായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ തിരക്കും കാര്യങ്ങളും ആയിപ്പോയത് കാരണം എനിക്ക് ഗ്രോ ബാഗ് ഇട്ട് നിറയ്ക്കാനും പറ്റിയില്ല. ആ മണ്ണിൻ്റെ മുകളിൽ കുറച്ച് തക്കാളി തൈയും എന്തൊക്കെയോ കുറേ പുല്ലുകളൊക്കെ വളർന്നിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം എങ്ങാണ്ട് നട്ട കുറച്ച് വെള്ളരി വിത്തുകൾ അതിലുണ്ടായിരുന്നു. അതിൽ നിന്ന് 1-2 തൈകൾ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ തുണി വിരിക്കുന്ന സമയത്ത് ചുമ്മാ ഈ വെള്ളരി മണ്ണ് സെറ്റാക്കി എടുക്കണമല്ലോ എന്ന് കരുതി ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ വള്ളിമേലൂടെ വെള്ളരിക്ക കിടക്കണത് കണ്ടത്. അപ്പോൾ വെള്ളരിക്ക ഒരുവിധം അത്യാവശ്യം സൈസായി. ഞാനിതുവരെ അറിഞ്ഞില്ല ഇതിൽ വെള്ളരിക്ക പിടിച്ചെന്ന്. നമ്മൾ സാധാരണ വിത്തിട്ട് പാകി നന്നായിട്ട് ഞാൻ നോക്കുമ്പോൾ ഒന്നും എനിക്ക് വെള്ളരിക്ക ഉണ്ടാവാറേ ഇല്ല. വെള്ളരിക്കയെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വിത്തൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇനി സംരക്ഷിച്ച് കൊണ്ടൊന്നും എനിക്ക് കാ കിട്ടാറില്ല. തന്നെത്താനെ ഉണ്ടായപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ കായ. പിന്നെ അങ്ങനെ ഒന്ന് ആ വള്ളി മുഴുവനും ഞാൻ സെർച്ച് ചെയ്തേക്കാമെന്ന് കരുതി നോക്കിയപ്പോഴാണ് കുറച്ചും കൂടെ മുമ്പോട്ട് പോയപ്പോൾ എന്നെ അതിലും വലിയ രീതിയിൽ ഞെട്ടിപ്പിച്ചതാ വലിയൊരു വെള്ളരിക്ക കിടക്കണം. അത്യാവശ്യം മുഴുത്തൊരു വെള്ളരിക്ക കിടക്കണ കണ്ടു. അപ്പം നമ്മളിതൊന്നും നോക്കിയില്ല, നമ്മളൊന്നും അറിഞ്ഞില്ല. എന്നാൽ കായ്ച്ചയുടെ ശല്യം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ നല്ല കെയർ ചെയ്ത് നോക്കുമ്പോഴാണ് കൂടുതൽ പ്രാണികളും മറ്റു വണ്ടുകളും ഒക്കെ ഇതിനെ ഒരുപാട് ആക്രമിക്കുന്നതായിട്ട് കാണുന്നത്. നമ്മൾ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യാതൊരുവിധ കുഴപ്പവുമില്ല, നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ അറിയ പോലും ഇല്ല അതിൽ കായ പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. കാരണം നമ്മൾ നട്ട് വയ്ക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നത് വെറുതെ ഈ വെള്ളരി